ഒരു പഴയകാല സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാലിൻ സോവിയറ്റ് റഷ്യയിൽ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടം. സ്റ്റാലിൻ്റെ ഭീകരത, സ്റ്റാലിൻ യുഗത്തിൻ്റെ ഭീകരത ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് സ്വന്തം രാജ്യത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. 2 പതിറ്റാണ്ട് കാലം പ്രവാസ ജീവിതമായിരുന്നു, മറ്റ് രാജ്യങ്ങളിലായിരുന്നു. 2 പതിറ്റാണ്ടിന് ശേഷം തിരിച്ച് മാതൃരാജ്യത്തേക്ക് എത്തി. അവിടെ വീരോചിതമായ സ്വീകരണം നൽകി ആ വലിയ സാഹിത്യകാരനെ സ്വീകരിച്ചു. ഇത് നടന്നത് USSRലാണ്, സോവിയറ്റ് റഷ്യ. ഇന്ന് റഷ്യയുള്ളൂ, സോവിയറ്റ് റഷ്യയില്ല. ആ സാഹിത്യകാരൻ്റെ പേര് സോൾഷെനിത്സൻ എന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ ധീരതയുടെയും സാഹസികതയുടെയും പര്യായമായിരുന്നു സോൾഷെനിത്സൻ. അദ്ദേഹം ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ ജോസഫ് സ്റ്റാലിൻ്റെ ലേബർ ക്യാമ്പുകളിലെ മനുഷ്യത്വരഹിതമായ പീഡനം അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കി. സോൾഷെനിത്സനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തൻ്റെ സുഹൃത്തിന് എഴുതിയൊരു കത്താണ്. ആ കത്തിൽ സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഭീകരതയെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോൾഷെനിത്സനെ അറസ്റ്റ് ചെയ്യുന്നതും ക്രൂരമായ പീഡനത്തിന് അദ്ദേഹത്തെ വിധേയനാക്കുന്നത്. അദ്ദേഹത്തെ കൊല്ലാതിരുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാലഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേക്ക് സോൾഷെനിത്സൻ ലോകപ്രശസ്തനായി കഴിഞ്ഞു. അദ്ദേഹത്തിനെ കൊന്നാൽ ലോകം മുഴുവൻ സോവിയറ്റ് റഷ്യയെ പഴിക്കും, അവജ്ഞയോടെ കാണും എന്ന് മനസ്സിലാക്കിയ ഭരണകൂടം അദ്ദേഹത്തെ കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1970 സോൾഷെനിത്സന് നോബൽ സമ്മാനം കിട്ടി. ആ വർഷം തന്നെ നോബൽ സമ്മാനം കിട്ടിയ ആ വർഷം തന്നെ സോൾഷെനിത്സനെ USSRൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇന്നും ലോക സാഹിത്യരംഗത്ത് അവിസ്മരണീയമായ ഒരു കൃതിയാണ് സോൾഷെനിത്സൻ എഴുതിയ ദ ഗുലാഗ് ആർക്കിപ്പെലാഗോ. ഇന്നും വളരെ പ്രശസ്തമായ പുസ്തകമാണത്. 1984 ഗോർബച്ചേവ് അധികാരത്തിൽ വരുന്നു. പെരിസ്ട്രോയിക്കയുടെ ഭാഗമായി സോവിയറ്റ് റഷ്യയുടെ വാതിലുകളും ജനലുകളും എല്ലാം തുറക്കുന്നു. പ്രതിഭകളെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. ആ കാലഘട്ടത്തിലെ സോൾഷെനിത്സനെ ഗോർബച്ചേവ് റഷ്യയിലേക്ക് വിളിച്ചു വരുത്തി. രാജകീയമായ സ്വീകരണത്തോടുകൂടി സോൾഷെനിത്സനെ റഷ്യ സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ ആമുഖമായി ഞാൻ പ്രിയപ്പെട്ട വായനക്കാരോടെ എൻ്റെ നിരീക്ഷണം പങ്കുവച്ചതിന് കാരണം 2025 നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ചയിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. നിങ്ങളിൽ പലരും മാതൃഭൂമി വരുത്തുന്നുണ്ടെങ്കിലും വായിക്കാറില്ല എന്ന് എനിക്കറിയാം. അഥവാ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയാലും അതിൽ വരുന്ന പൊട്ട വാർത്തകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചത്. ആ പത്രത്തിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. അതായത് പത്രത്തിൻ്റെ 5-ാമത്തെ പേജിലാണ്, വലിയ പ്രാധാന്യത്തോടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൻ്റെ തലക്കെട്ടിങ്ങിനാണ്: ഇടതുപക്ഷം ഹിന്ദുത്വത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങരുത്, തെറ്റ് കണ്ടാൽ ഇനിയും പ്രതികരിക്കും. ഞാൻ അത്ഭുതത്തോടെ ആ വാർത്തയെ നോക്കി, ബോക്സിൽ കിടക്കുന്ന വാർത്ത. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. ഇടതുപക്ഷം ഹിന്ദുത്വ വഴിയിലേക്ക് നീങ്ങരുത്, സച്ചിദാനന്ദൻ. തെറ്റ് കണ്ടാൽ ഇനിയും പ്രതികരിക്കും. അടുത്ത വരി: അക്കാദമി പ്രസിഡന്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി വാർത്തയുടെ പ്രധാന ഭാഗം മാത്രം ദയവായി പ്രിയപ്പെട്ട വായനക്കാരൊന്ന് കേൾക്കണം. ഇടതുപക്ഷം കൂടി ഹിന്ദുത്വ വഴിയിലേക്ക് നീങ്ങരുതെന്ന് കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K. സച്ചിദാനന്ദൻ. മരണം വരത്താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിരിക്കുമെന്നും അദ്ദേഹം ഷാർജ പുസ്തകോത്സവത്തിൽ പറഞ്ഞു. എവിടെ പറഞ്ഞെന്നറിയാമല്ലോ? ഷാർജയിൽ പുസ്തകോത്സവമാണ്. അപ്പോൾ കോഴി ബിരിയാണിയൊക്കെ കഴിച്ച് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് ആൻറ്റി ഇന്ത്യൻ നിലപാടിന് പ്രോത്സാഹനം നൽകുന്ന പല ഡീപ് സ്റ്റേറ്റുകളുടെയും ആളുകളൊക്കെ അവിടെ എത്തും. അവരുടെയൊക്കെ ആതിഥ്യം അദ്ദേഹം സ്വീകരിച്ചു കാണും. അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് തോന്നിയ ഒരു വെളിപാടാണ്. അടുത്തത്: ആദ്യമായിട്ടായിരിക്കും ഒരു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇതുപോലെ ഭ്രാന്തനായ ഒരാളെ പ്രസിഡന്റ് ആക്കരുതായിരുന്നു. എന്ത് ഗംഭീരമായ ഒരു പ്രസ്താവന എന്നാലോചിക്കണം. ധീര വീര ശൂര പരാക്രമിയായ വിലാളി വീരനായ സച്ചിദാനന്ദ മഹാകവിയുടെ ഒരു പ്രതികരണം എത്ര ഗംഭീരമായിരിക്കും എന്നാലോചിച്ച് നോക്കണം.
എന്തിനാണ് ഇത്തരത്തിൽ സന്ധി ചെയ്യുന്നത്, പണത്തിനു വേണ്ടി എന്തും ചെയ്യാമോ തുടങ്ങിയ രാഷ്ട്രീയത്തിനുമപ്പുറം ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. എന്തിനാണ് ഷാർജയെ പോയി ഈ പ്രസ്താവന ചെയ്തതെന്നും പണത്തിനു വേണ്ടി എന്ത് പ്രസ്താവനയും ചെയ്യാമോ എന്നും സച്ചിദാനന്ദൻ്റെ പല പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ സാധാരണ പുസ്തകം വായനക്കാർക്ക് ചോദിക്കാവുന്നതാണ്. ഒന്നീ പണം അല്ലെങ്കിൽ സ്ഥാനമാനം, അതിനുവേണ്ടി എന്തും ചെയ്യാമോ മഹാകവി അങ്ങേക്ക്? ഇനി അടുത്തത്, ഭരണപക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ലെന്നും സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടാണ് സച്ചിദാനന്ദൻ്റെ ധീരതയെ ഞാൻ ബഹുമാനിക്കുന്നത്. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കണമെന്ന് അദ്ദേഹത്തിന് യാതൊരു നിർബന്ധമില്ലെന്ന് പറയുന്നത് എപ്പോഴാണ്? 2026 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി തീരാറായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹസികതയെ, അദ്ദേഹത്തിൻ്റെ ധീരതയെ നമ്മുടെ ഈ സോൾഷെനിറ്റ്സിൻ്റെ ധീരത പോലെ നമ്മൾ ആദരിക്കാതിരിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ചിന്തിക്കണം. എന്തായാലും ശരി, ഈ വിപ്ലവ കവി എന്താണ് ഇത്രമാത്രം പ്രകോപിതനായി പ്രതികരിക്കാൻ കാരണം? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അദ്ദേഹം പ്രതികരിക്കാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM എടുത്ത നിലപാടാണ്. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും എടുത്ത നിലപാടാണ്. ഈ PM ശ്രീ പദ്ധതി അത്യാവശ്യം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി, അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് അത്യാവശ്യം നെറ്റി കിട്ടും, നമുക്കൊക്കെ വായിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതിനകത്ത് അപകടകരമായിട്ട് സത്യത്തിന് ഞാനൊന്നും കണ്ടില്ല. PM ശ്രീ പദ്ധതിയിലും ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല. ഇനി ചിലർക്ക് ചില കുറ്റങ്ങൾ കാണണമെങ്കിൽ സിലബസിലോ കരിക്കുലത്തിലോ ചരിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയാം, പരമാവധി. അതിനപ്പുറത്തൊന്നുമില്ല. സ്കൂളിലെ വിദ്യാഭ്യാസം കാലോചിതമായി അന്താരാഷ്ട്ര നിലവാരം അനുസരിച്ച് ഉയർത്തുക, ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളിലെത്തിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് 366 സർക്കാർ സ്കൂളിലാണ്, സ്വകാര്യ സ്കൂളിലല്ല. അപ്പോൾ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മക്കൾ പഠിക്കുന്ന ഈ സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ചെയ്യുന്നതാണോ മഹാകവി അങ്ങേ പ്രകോപിതനാക്കിയത്? ഇനിയുമല്ല, അങ്ങേക്ക് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ഈ PM ശ്രീ പദ്ധതിയിലോ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലോ അങ്ങ് കണ്ടെത്തിയെങ്കിൽ അത് ദയവായിട്ട് അങ്ങ് പദ്യരൂപത്തിലോ അതല്ലെങ്കിൽ ഗദ്യരൂപത്തിലോ ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് അറിയിക്കണം. അങ്ങ് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാതോർത്തിരുത്ത് കേൾക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങയുടെ തീരുമാനവും അങ്ങയുടെ കവിതയും വായിച്ചിട്ട് തിരഞ്ഞെടുപ്പിൽ ആർ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ് ഉള്ളത്. അങ്ങ് ഞങ്ങളെ പ്രബുദ്ധരാക്കണം പ്ലീസ്. അങ്ങ് പറയണം PM ശ്രീ പദ്ധതിക്ക് ഇന്ന കുഴപ്പങ്ങളാണുള്ളത്, അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയെ ഞാൻ എതിർക്കുന്നത്. അതങ്ങ് പറയാതെ PM ശ്രീ പദ്ധതിക്കെതിരായിട്ടൊരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ മഹാകവി? അപ്പം അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഞങ്ങളെ അജ്ഞന്മാരായ ഞങ്ങളെ ഒന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് ഒന്ന് ഉത്തേജിപ്പിക്കുവാനും ഞങ്ങൾക്ക് വിവരം നൽകുവാനും അല്ലേ അങ്ങ് ശ്രമിക്കേണ്ടത്. കവികൾ സാഹിത്യകാരന്മാരും രാജ്യത്തിൻ്റെ അനൗദ്യോഗിക അംബാസഡർമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു പ്രമുഖനാൻ ഡോക്ടർ രാധാകൃഷ്ണനാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നൊരു പറച്ചിലുണ്ട്. അപ്പോൾ അങ്ങ് ശരിക്കും പറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ലോകം കരുതുന്നത് സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ. ഇനി ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായി ഇരിക്കണമെന്നൊരു ആഗ്രഹവുമില്ലെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലുണ്ടായിരുന്നല്ലോ. അങ്ങ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ എങ്ങനെയാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത്? ഉത്തരേന്ത്യയിലെ ഗോസായിമാർ അങ്ങയുടെ കവിത വായിച്ച് പ്രബുദ്ധരായി കോൾമയിർ കൊണ്ട് അങ്ങയെ വരവേറ്റുകൊണ്ടുപോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഗോസായിമാർ നോക്കിയപ്പോഴേ പണ്ട് കാളിദാസൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു വലിയ കവിയായിട്ട്, ഹിന്ദി ബെൽറ്റിലെ, വേണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പശു ബെൽറ്റിലെ കവി എന്ന് വേണമെങ്കിൽ പറയാം, കൗ ബെൽറ്റിലെ കവി എന്ന് വേണമെങ്കിൽ പറയാം. ആ കാളിദാസന് ശേഷം ദക്ഷിണേന്ത്യയിൽ, അതായത് അവരുടെ ഭാഷയെ പറഞ്ഞാൽ മദ്രാസികൾ താമസിക്കുന്ന നാട്ടിലെ ഒരു വലിയൊരു പ്രതിഭാശാലിയായ കവി ഉദയം ചെയ്തിരിക്കുന്നെന്നും അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലിരുത്തി അക്കാദമിയെ ധന്യമാക്കണമെന്നും അവർക്ക് തോന്നി. അങ്ങയെ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി.
അനന്തപുരിയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തേക്ക് അങ്ങേ ആനയിച്ചു കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ചിലരൊക്കെ പറഞ്ഞ് അങ്ങ് ചില ചരടുവലികളൊക്കെ നടത്തി സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അങ്ങ് വളരെ ദുഃഖിതനായിരുന്നു ഒക്കെ വിമർശകർ പലതും പറയും. അങ്ങയുടെ കവിത വായിച്ചിട്ടുള്ള എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ആകാനുള്ള സാധ്യതയുമില്ല. പക്ഷേ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളൊരു കാര്യം, അങ്ങ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പല കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കവിത പോലും എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പണ്ടെങ്ങോ വായിച്ച കവിതയാണ്, ഇന്ന് എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നൊരു കവിതയാണ്. മഹാകവി കുമാരനാശാൻ എഴുതിയ കവിത, മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. ഇത് കുമാരനാശാൻ എഴുതിയ. കുമാരനാശാൻ സർക്കാർ സ്പോൺസേഡ് കവിയായിരുന്നില്ല, പാർട്ടി സ്പോൺസേഡ് കവിയായിരുന്നില്ല. അദ്ദേഹം ഭരണകൂടം സംരക്ഷിച്ച കവിയും ആയിരുന്നില്ല. ആ കുമാരനാശാൻ്റെ വരികൾ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ കവിത, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ, ഞാൻ ഇന്ന് ഓർക്കുന്നതാണ്. എനിക്കത് പുസ്തകം വായിക്കാൻ തന്നെ അറിയാം, എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ കവിതയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ തെറ്റുകൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ കടമ്മനിട്ട എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചൊൽക്കാഴ്ച ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കുന്ന ആളാണ്. ഒരു കൊച്ചനിയനെ പോലെ കടമ്മനിട്ടയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. അപ്പോൾ ഈ കടമ്മനിട്ട ചേട്ടൻ്റെ കവിത എനിക്ക് വലിയൊരു ദൗർബല്യമാണ്. അത് കൃത്യമായിട്ടെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രധാന 4 വരികൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലേ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഈ വരിയിൽ ചെറിയ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എൻ്റെ ഓർമ്മയിൽ നിന്ന് മാത്രം പറയുന്നൊരു കാര്യമാണ്. ഇത് കടമ്മനിട്ടച്ചേട്ടൻ്റെ കവിതയാണ്. അപ്പോൾ അവസാനം സച്ചിദാനന്ദൻ്റെ കവിത ഒന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരൊറ്റ കവിത എനിക്ക് ഓർമ്മയില്ല. മഹാകവി അങ്ങ് ക്ഷമിക്കണം, ഇതൊക്കെ ഞാൻ ഓഫ് ഹാൻഡായിട്ട് പറയുമ്പോൾ അങ്ങയുടെ മഹത്തായ ഒരു കാവ്യം എഴുതി വായിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞാൻ. കാരണം ഓർമ്മയില്ല, അതിനുള്ള ഐക്യു എനിക്കില്ല. അങ്ങയുടെ കവിത മനസ്സിൽ ഓർമ്മിച്ച് വെച്ച് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഓർമ്മശക്തിയും എനിക്കില്ല. അത് എൻ്റെ സർഗാത്മകതയുടെ കുറവുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങയുടെ കവിത ഓർത്ത് വെക്കേണ്ടതാണ്. അങ്ങ് എഴുതിയൊരു കവിതയാണ്, ഞങ്ങളുടെ കവിതയുടെ പ്രാസം തടവറയിലെ കർഷകൻ്റെ പകതിറഞ്ഞ പേശികളുടെ പ്രാസമാണ്. ഞങ്ങളുടെ കവിതയിലെ വൃത്തം തടവറയിൽ പെറ്റുവീണ കുഞ്ഞിൻ്റെ നിലവിളിയുടെ വൃത്തമാണ്. തൊണ്ട ഇടറുകയും കണ്ണ് കലങ്ങുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കവിതയുടെ വൃത്തവും പ്രാസവും മറന്നുപോകുന്നു. മഹാകവി ദയവായി ക്ഷമിക്കണം. ഈ വൈലോപ്പിള്ളിയുടെ കവിത പോലോ കടമ്മനിട്ടയുടെ കവിത പോലോ കുമാരനാശൻ്റെ കവിത പോലോ ഈ മഹത്തായ കാവ്യസൃഷ്ടി ഓർമ്മിച്ചെടുക്കാനുള്ള ഈ ഒരു ഓർമ്മശക്തിയോ സർഗവൈഭവമോ ഉള്ളവനില്ല. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം അതിനകത്ത്. എന്തായാലും ശരി, അങ്ങയുടെ ഈ കവിത ആരെങ്കിലും ഓർത്തു വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇവിടെ ഞാൻ അങ്ങേ അടക്കമുള്ള ഈ സാഹിത്യകാരന്മാരും പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഓർക്കാറുണ്ട്. അതിനകത്ത് വേലിയിലിരിക്കുന്ന ഈ സാംസ്കാരിക സാഹിത്യ നായകന്മാരെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച ഗതികേടിലാണ് CPM എത്തിയിരിക്കുന്നത്. ഇത് CPMന് സംഭവിച്ച ദൈവശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ചില അവതാരങ്ങളെ, ഇത്തരം ചില മഹാപ്രതിഭകളെ CPM പോറ്റുന്നത് കൊണ്ട് CPMനുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് എന്തുകൊണ്ടോ അവർക്കത് മനസ്സിലാകുന്നില്ല. അതവർക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ഇത് സച്ചിദാനന്ദനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ വേറെ 2 പേരെക്കുറിച്ച് അനുസ്മരിക്കാതെ പോയാൽ അതൊരു സുഖമാവത്തില്ല. അതിലൊരാൾ സുനിൽ P. ഇളയിടമാണ്. സുനിൽ P. ഇളയിടത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമായി പറഞ്ഞാൽ സുനിൽ P. ഇളയിടത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ഏത് ഇടതുപക്ഷക്കാരനും ആ നിമിഷം ഇടതുപക്ഷ വിരുദ്ധനാകും. അവൻ ഈ സോൾ സെൻസിൻ്റെ സ്ഥിതിയിലേക്ക് എത്തും. നമ്മുടെ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലെ ലേബർ ക്യാമ്പിലെ പീഡനത്തിൻ്റെ ഒരു സ്ഥിതിയാണ് സുനിൽ P. ഇളയിടത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ഒരു ഇടതുപക്ഷക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സാധാരണക്കാരനെ സുനിൽ P. ഇളയിടത്തിനെ കുറിച്ച് വലിയ ബഹുമാനം ആദരവൊന്നുമില്ലല്ലോ. അതൊരു പിന്നെ പുള്ളിയുടെ ജീവിതമാർഗ്ഗമായിട്ട് കൊണ്ട് നടക്കുന്നതിനപ്പുറത്ത് എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട്. ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ജോലിയിൽ ഏർപ്പെടുത്തില്ലേ. അതുപോലെ സാംസ്കാരിക പ്രസംഗം നടത്തി നാട്ടുകാരെ പ്രബുദ്ധരാക്കാനായിട്ട് വരുന്ന ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം അതാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ആ നിമിഷം ഇടതുപക്ഷ മനസ്സുള്ള ഒരുത്തൻ കടുത്ത മതമൗലികവാദിയായിട്ട് മാറും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം. ഒരിക്കൽ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, കുറച്ചു കാലം മുമ്പാണ്. ഈ ഇടതുപക്ഷ വേദിയിലേക്ക്
സുനിൽ പി ഇളയിടത്തിനെ കൊണ്ടുവന്നൊന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ജോലി ഒരുപാട് കുറയുമായിരുന്നുവെന്ന്. അങ്ങ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഐശ്വര്യമാണ്. ഈ ബി ജെ പിയുടെ ഐശ്വര്യമായിട്ട് രണ്ട് പ്രതിഭാശാലികളുണ്ട്. അതിലൊന്ന് സുനിൽ പി ഇളയിടവും മറ്റൊന്ന് KN കുഞ്ഞഹമ്മദുമാണ്. KN കുഞ്ഞഹമ്മദിൻ്റെ ചില പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ, അദ്ദേഹത്തെ TV കാണുമ്പോഴൊക്കെ ഞാൻ ആ VS അച്യുതാനന്ദൻ്റെ പഴയ ഒരു പ്രസ്താവന ഒരു ചെറിയ പുഞ്ചിരിയോട് ഓർത്തു പോകും. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം KN കുഞ്ഞഹമ്മദിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് മാഞ്ഞു പോയിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, കേരളം നേരിടുന്ന മതമൗലികവാദികളിൽ നിന്ന്, തീവ്രവാദത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ KN കുഞ്ഞഹമ്മദ് കണ്ടുപിടിച്ച ഒരു മാർഗം. എന്തുകൊണ്ടാണ് മതമൗലികവാദവും വർഗീയ സംഘർഷം ഉണ്ടാകുന്ന? പല വിശ്വാസങ്ങളുള്ളതുകൊണ്ടല്ലേ, പല മതങ്ങളുള്ളതുകൊണ്ടല്ലേ. എല്ലാവരും മുസ്ലിങ്ങളായാൽ ഈ പ്രശ്നം പറ്റില്ലേ എന്നാണ് KN കുഞ്ഞഹമ്മദ് പണ്ട് പറഞ്ഞതായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്തായാലും ശരി, അങ്ങനെ വർഗീയതയിൽ നിന്നും മതമൗലികവാദത്തിൽ നിന്നും കേരള സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള മൂലമന്ത്രം നമുക്ക് ഉപദേശിക്കുന്ന മഹാപ്രതിഭാശാലിയായ KN കുഞ്ഞഹമ്മദിനെയും ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഈ CPM സുഹൃത്തുക്കളോട് പറയാനുണ്ട്. ബംഗാളിൽ നിങ്ങളുടെ ഗവൺമെൻറ് തകർന്നു വീഴാൻ കാരണം നന്ദിഗ്രാമും സിംഗൂരുമായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നത് ഈ KN കുഞ്ഞഹമ്മദ്, സുനിൽ പി ഇളയിടം, മഹാകവി സച്ചിദാനന്ദൻ ഇവരൊക്കെ ആയിരിക്കും. എന്തായാലും ശരി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ അവർക്ക് നല്ലത്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.